ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഷെയർ ചെയ്യുന്ന വീഡിയോ, ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ആൾറെഡി റെക്കോർഡ് ചെയ്തു. അതായത് ഞാൻ ജനിച്ചു വളർന്ന ആ വില്ലേജിൻ്റെ, ആ ഗ്രാമത്തിൻ്റെ കുറച്ച് ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് ഇപ്പോൾ കാണുന്നത് നെല്ലേറ്റിൽ, കൊല്ലം ജില്ലയിലെ നെല്ലേറ്റിലെ കടവ് വള്ളത്തിൻ്റെ സർവീസുണ്ട്. ആ കായലിനക്കരയ്ക്കിനെയുമാണ് അവിടെ ആളുകൾ വന്ന് വെയിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് നെല്ലേറ്റിൽ കടവ്. മുൻപ് അവിടെ ഒരു ബസ് ഉണ്ടായിരുന്നു, ട്രാൻസ്പോർട്ട് ബസ്. ഒരു വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഐ തിങ്ക് 1969 വന്നത് ട്രിവാൻഡ്രം വരെ പോയിക്കൊണ്ടിരുന്നപ്പം അവിടേക്ക് കുറച്ച് വർഷങ്ങളായി അവിടെ എന്തോ പാർക്കിംഗ് പ്രോബ്ലം എന്തോ ആയതുകൊണ്ട് അവിടെ അത് ക്യാൻസലായിപ്പോയി. പ്രൈവറ്റ് ബസ് സർവീസൊക്കെ ഉണ്ട്. അവിടെയൊക്കെ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ ഫ്ലാഗുകളൊക്കെ കാണാം. ഇപ്പം റീസെൻ്റ്ലി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇലക്ഷൻ കാൻഡിഡേറ്റ്സിൻ്റെ ഫോട്ടോസൊക്കെ അവിടെ ഇവിടെയൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ബോട്ടാണ് പോണത്. ബാക്ക് സൈഡിൽ സൺസെറ്റിങ്ങിൻ്റെ ഒരു ഇതാണ് കാണുന്നത്. റോഡ് വന്ന് എൻഡ് ചെയ്യുന്ന സ്ഥലമാണത്. അവിടം വരെ ഉള്ളു. പിന്നെ അതിനപ്പുറം കാപ്പിൽ എന്ന് പറയുന്ന പ്രദേശമാണ്. ഒരു കടത്തുണ്ട്, ഗവൺമെൻറ് കടത്ത് ഉണ്ട്, വള്ളം. അപ്പോൾ അതിൽ ടൈം വെച്ചിട്ടുണ്ട്. ആ സമയത്ത് 2 വള്ളങ്ങളുണ്ട്. ഒന്ന് മറുവശത്തും ഒന്ന് നെല്ലേറ്റിൽ ഭാഗത്തും കാപ്പിൽ ഭാഗത്തും ഉണ്ട്. പിന്നെ അവിടെ വൈകുന്നേരം ആകുമ്പോൾ ആളുകളൊക്കെ വരും. കപ്പിൾസുമൊക്കെ അവിടെ കുറച്ച് റിലാക്സിങ്ങിനെ പറ്റിയ ഒരു സ്പോട്ടാണ്. അവിടെ ആ ദൂരെ കാണുന്ന ഒരു ചെറിയ വഞ്ചിയാണ്. അത് മത്സ്യബന്ധനത്തിനൊക്കെ പോകുന്ന ആൾക്കാരാണ്. അവർ പങ്കായം കൊണ്ട് തുഴഞ്ഞാണ് വള്ളം. ഇപ്പം പൊതുവേ കുറവാണ്. പഴയ കാലങ്ങളിൽ 10-40 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇതുപോലെ മത്സ്യബന്ധനം നടത്തുന്ന അനവധി വള്ളങ്ങളുണ്ടായിരുന്നു. തുലവും കുറവാണ് ഇപ്പോഴും. വളരെ നാച്ചുറൽ, പ്രകൃതി സൗന്ദര്യമുള്ളൊരു സ്ഥലമാണ്. ടൂറിസത്തിന് വളരെ സാധ്യതകൾ ഉള്ളതാണ്. അതിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ മുന്നോട്ട് വരണം. എങ്കിൽ മാത്രമേ അത് വരുന്നവർക്കുള്ള എല്ലാം അവിടെ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അതിന് ഇനീഷ്യലി കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. അവിടെ മത്സ്യം വളർത്തുന്നതിന് കുറച്ച് പേര് ഇങ്ങനെ ലീസിനെടുത്ത് കായൽ കരിമീനും അതുപോലെയുള്ള ആ പ്രദേശമാണ്. 2 വ്യക്തികൾ അവർ ലാഭത്തിലാണ് പോകുന്നത്. അപ്പോൾ അവർ 6 മാസം കഴിയുമ്പോൾ അത് മത്സ്യം അവർക്ക് വിൽപ്പനയ്ക്ക് പാകമാവും. അതിന് മറുവശം കാണുന്ന ആ പ്രദേശം എന്ന് പറയുന്നത് കാപ്പിലാണ്. കാപ്പിൽ, ഇടവ, ആ സ്ട്രൈറ്റ് നേരെ കാണുമ്പോൾ ട്രെയിൻ ട്രാക്കുണ്ട്. അതും കുട്ടികളൊക്കെ വൈകുന്നേരം ആകുമ്പോൾ അവിടെയൊക്കെ വന്ന് നിന്നും കുറച്ച് സമയമൊക്കെ റിലാക്സ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നല്ല കാറ്റ് കിട്ടുന്നൊരു പ്രദേശമാണ്. എത്ര ചൂട് സമയത്തും നമ്മൾ ആ കായലിൻ്റെ കരയിൽ വന്നു നിന്നാൽ നല്ല കാറ്റും. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഇതാണ്. അതിനപ്പുറത്ത് കോൺഗ്രസിൻ്റെ ഒരു ഫ്ലാഗ്. നല്ലത് എല്ലാവരും ബൈക്കിലൊക്കെ കുട്ടികളൊക്കെ വന്ന് അവിടെയൊക്കെ റിലാക്സ് ചെയ്യാൻ വരുന്ന
ചൂണ്ടയിടാനും ആളുകൾ വരും, മത്സ്യത്തിനെ പിടിക്കുന്നതിന് വേണ്ടി അങ്ങനെയൊക്കെ. ശരിക്കും ഗവൺമെൻറ് ബോട്ട് സർവീസ് നടത്തുമെന്നും പറഞ്ഞ് അതിനു വേണ്ടി കെട്ടിയതാണ് ബോട്ടിലോട്ട് കയറുന്നതിന്. പക്ഷേ ഇതുവരെ ബോട്ട് സർവീസ് തുടങ്ങിയില്ല, വള്ളം മാത്രമേ ഉള്ളൂ ഇപ്പോഴും. എൻ്റെ ഗ്രാമമാണ്, പക്ഷേ ഞാൻ സ്ഥിരമായിട്ടിപ്പോൾ UK ഒരു 35 വർഷത്തിന് ഫാമിലിയായിട്ട് UK അപ്പം ഞാൻ ഇപ്പോൾ ഹോളിഡേക്ക് വന്നപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഉള്ള നമ്മൾ ഇവിടെയൊക്കെ കറങ്ങി നടന്ന സ്ഥലങ്ങളൊക്കെയാണ്. ഒത്തിരി മാറ്റങ്ങളുണ്ട്. പഠിക്കാനൊക്കെ കൊല്ലത്തും വർക്കല കോളേജിലുമൊക്കെ പോണ സമയത്ത് ഇവിടെ കടവിൽ വന്ന് ക്രോസ് ചെയ്ത് കാപ്പിൽ വന്നിട്ട് ട്രെയിനും ബസ്സും എടുത്തൊക്കെയാണ് അന്ന് നമ്മുടെ കാലത്ത് പോയിരുന്നത്. എൻ്റെ ബേക്കിൽ ഒരു മുസ്ലിം മോസ്കുണ്ട്, അത് അവരുടെ ഒരു പഠന കേന്ദ്രമാണ്, ആ ഗ്രീൻ ബിൽഡിങ്. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.